ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിലെ സെഞ്ചുറി നേട്ടത്തിന് പിന്നാലെ രോഹിത് ശർമ്മ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്യുന്നത്. ടീമിനായി വലിയ സ്കോർ നേടുന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞ രോഹിത്, ഇംഗ്ലണ്ട് ബൗളർമാർ തന്റെ ശരീരത്തിലേക്കാണ് പന്തെറിഞ്ഞത് എന്നും എന്നാൽ ഗ്യാപ്പുകൾ കണ്ടെത്തി റൺസ് നേടാൻ തനിക്ക് സാധിച്ചു എന്നും പറഞ്ഞു. ഇതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. അതേസമയം തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിച്ചെന്നും രോഹിത് പറഞ്ഞു. ഏകദിന ക്രിക്കറ്റ് എന്നാൽ 2020യേക്കാൾ വലിയൊരു ഫോമാറ്റാണ്, എന്നാൽ ടെസ്റ്റിനേക്കാൾ ചെറിയ ഫോമാറ്റും. അതുകൊണ്ട് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കളിക്കണം. ഗില്ലിൽ നിന്നും ശ്രേയസിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ചു എന്നും മത്സരശേഷം രോഹിത് പറഞ്ഞു. മത്സരത്തിലെ ഇന്ത്യയുടെ വിജയ ഫോർമുലയെക്കുറിച്ചും രോഹിത് വാചാലനായി. രണ്ടാം ഏകദിനത്തിൽ ആർക്കും വിജയിക്കാമായിരുന്നു. മധ്യ ഓവറുകളിൽ മികച്ച പ്രകടനത്തിനാണ് ഇന്ത്യ ശ്രമിച്ചത്. അവിടെ നന്നായി കളിച്ചാൽ അവസാന ഓവറുകളിൽ എളുപ്പത്തിൽ വിജയത്തിലെത്താം. നാഗ്പൂരിലും ഇതുതന്നെയായിരുന്നു ഇന്ത്യൻ ടീമിന്റെ തന്ത്രം. എങ്കിലും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപായി കൂടുതൽ മികച്ച ടീമായി ഇന്ത്യ മാറേണ്ടതുണ്ടെന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിൽ 4 വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത്. നേരത്തെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മുൻനിര ബാറ്റർമാർ മികച്ച പ്രകടനം നടത്തിയപ്പോൾ ഇംഗ്ലണ്ട് 49.5 ഓവറിൽ 304 എന്ന സ്കോറിലെത്തി. 44.3 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം മറികടന്നു. 90 പന്തുകളിൽ 12 ഫോറും 7 സിക്സും സഹിതം 119 റൺസുമായി രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ വിജയം എളുപ്പമാക്കിയത്. അതേസമയം രോഹിത് ഫോം ഔട്ടിൽ നിന്ന് കരകയറിയപ്പോൾ എല്ലാ കണ്ണുകളും പിന്നീട് കോഹ്ലിയിലായിരുന്നു. എന്നാൽ താരത്തിൽ നിന്ന് കിടിലൻ ഇന്നിംഗ്സ് പ്രതീക്ഷിച്ച ആരാധകർ വീണ്ടും നിരാശയിൽ ാവുകയായിരുന്നു. പരിക്കിനെ തുടർന്ന് ആദ്യ കളി നഷ്ടമായ വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവായിരുന്നു കട്ടക്ക് ഏകദിനത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷകളിൽ ഒന്ന്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മോശം ഫോമിലുള്ള കോഹ്ലി ഫോമിലേക്ക് മടങ്ങിയെത്തുന്നത് കാണാനാണ് രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യൻ ആരാധകർ കാത്തിരുന്നത്. എന്നാൽ 2 അക്കം പോലും കാണാതെ താരം പുറത്തായി. 305 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മത്സരത്തിൽ 3-ാം നമ്പറിൽ ഇറങ്ങിയ കോഹ്ലി 8 പന്തിൽ 5 റൺസ് നേടിയാണ് പുറത്തായത്. ഒരു ക്ലാസിക് 4 നേടി തുടങ്ങിയ കോഹ്ലി ആദിൽ റഷീദിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ഫിൽ സാൾട്ടിന് ക്യാച്ച് സമ്മാനിച്ചാണ് പവലിയനിലേക്ക് മടങ്ങിയത്. ചാമ്പ്യൻസ് ട്രോഫി അടുത്തെത്തി നിൽക്കെ കോഹ്ലിക്ക് ഫോം വീണ്ടെടുക്കാൻ സാധിക്കാത്തത് രണ്ടാം ഏകദിനം കഴിയുമ്പോൾ ഇന്ത്യക്ക് സമ്മാനിക്കുന്ന തലവേദന ചെറുതല്ല. ടീമിന്റെ പ്രധാനിയായ കോഹ്ലി ഒരിക്കൽ കൂടി ബാറ്റിംഗിൽ ഫ്ലോപ്പായത് കട്ടക്കിലെ ജയത്തിനിടെയും ഇന്ത്യക്ക് നിരാശ നൽകുന്നുണ്ട്. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന 3-ാം ഏകദിനം ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യയുടെ അവസാന മത്സരമാണ്. ഈ കളിയിലെങ്കിലും കോഹ്ലി ഫോമിലേക്ക് മടങ്ങിയെത്തിയില്ലെങ്കിൽ ഇന്ത്യക്കത് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഇന്ത്യൻ നായകൻ ഫോമിലേക്ക് തിരിച്ചെത്തിയ സന്തോഷത്തിലാണ് ആരാധകർ. ഇനി കിങ് കോഹ്ലി കൂടി ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ ചാമ്പ്യൻസ് ട്രോഫി മത്സരം എളുപ്പമാകും.